ഹായ്. അപ്പോൾ ആന്തൂറിയംസ് ഇന്ന് ഇഷ്ടമല്ലാത്ത ആരും തന്നെ കാണത്തില്ല അല്ലേ? എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആന്തൂറിയംസ് എപ്പോഴും ഫോളിയേജ് ആന്തൂറിയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കളക്ഷനിലുള്ള ഫോളിയേജ് ആന്തൂറിയംസ് ഒക്കെ എല്ലാവർക്കും മിക്കവാറും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്കത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ കാണും എന്നതാണ് ഈ ആന്തൂറിയത്തിൻ്റെ ഒരു പ്രത്യേകത. നശിച്ചു പോകത്തില്ല. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ അതിനെ കാണാൻ ലുക്ക് വൈസ് ആണെങ്കിലും ഭയങ്കര ഒരു പ്രീമിയം ലുക്കുമാണ്. കാണാനൊരു പ്രീമിയം പ്ലാന്റാണ് ആന്തൂറിയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ആന്തൂറിയത്തിൻ്റെ വീഡിയോസ് കാണുമ്പം പലപ്പോഴും ഈ ഒരു പ്ലാന്റ് ഹൈലൈറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടുവന്ന് ചോദിക്കാറുണ്ട്. ഇത് ഏത് പ്ലാന്റാണ്, ഇത് ഏത് വെറൈറ്റിയാണ്, ഈ പ്ലാന്റ് അവൈലബിൾ ആണോ എന്നൊക്കെ. ശരിക്കും ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് ലക്ഷൂറിയൻസ് ക്രോസ് റാഡിക്കൻസ് ആണ്. ലക്ഷൂറിയൻസിൻ്റെയും റാഡിക്കൻസിൻ്റെയും കൂടെ ഒരു ക്രോസ് ആണ്. ക്രോസ് ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി. അപ്പം ഇതിൻ്റെ പ്ലാന്റുകൾ ഇപ്പം നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഒരു ക്രിസ്റ്റാലിനത്തിനെ ഒന്ന് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചിരുന്നു, ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് സക്സസ് ആയതാണ്. ഈ കാണുന്ന സീഡുകളാണ്. അപ്പോൾ ഇത് നമ്മൾ സീഡുകൾ പഴുത്ത് വരുമ്പം നമ്മളിത് പാകി പുതിയ തൈകൾ കിളിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. പലരും അപ്ഡേറ്റ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിടയ്ക്കൊരു പിന്നെ പോളിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിരുന്നു, ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗാർഡനിൽ ഈ ഒരു റാഡിക്കൻസിൻ്റെയും ലക്ഷൂറിയൻസിൻ്റെയും കൂടെ ക്രോസ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 3 ലീഫൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ തന്നെ ടിഷ്യൂ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ടിഷ്യൂ അല്ല, ഇത് നമ്മൾ ഈ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഇറക്കിയേക്കുന്ന പ്ലാന്റുകളാണ്. നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്, സീഡ്ലിംഗ് അല്ല, നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്, ടിഷ്യൂ അല്ല. അപ്പോൾ അതുകൂടി നോക്കുക. അപ്പോൾ അത് ടിഷ്യൂ പ്ലാന്റ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഭംഗിയിൽ വളർത്തി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇത്ര സൈസിലൊന്ന് ലീഫ് വെച്ച് ഇത്ര നല്ല ഗ്ലോയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടേത് നോഡ് പ്രൊപ്പഗേറ്റഡ് ആണ്. ഇപ്പം വാട്ടർ മെലനൈസ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് ശരിക്കും നമ്മൾ നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ്. ഇനി നമ്മൾ അതിൻ്റെ തന്നെ സീഡ്ലിങ് ഇറക്കുന്നുണ്ട്. സീഡ്ലിങ് എന്ന് പറയുമ്പം ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്. പക്ഷേ എപ്പോഴും നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റും സീഡ്ലിങ്ങും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ആണ്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ നോഡിൽ നിന്ന് എടുത്ത വാട്ടർ മെലനൈസ്.